ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടു ആക്രമിക്കപ്പെട്ട നടിയുടെ കേസിലാണെങ്കിലും അവർ തുറന്ന് അവരുടെ തന്നെ പ്രൊഫൈലിൽ നിന്ന്, വെരിഫൈഡ് പ്രൊഫൈലിൽ നിന്ന് അവർ തുറന്നു പറഞ്ഞു. അതിനുശേഷം ഒരു സിസ്റ്റർ മുന്നോട്ട് വന്ന് അവരുടെ മുഖം കാണിച്ച് സംസാരിച്ചു. അതിനുശേഷം ഈ വിഷയത്തിലാണെങ്കിൽ അതിജീവിതകൾ ധൈര്യമായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു മാറ്റം സൃഷ്ടിക്കാൻ, സ്ത്രീകൾക്കിടയിൽ ഒരു വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ, അതായത് തങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരും മിണ്ടാതിരിക്കപ്പെടേണ്ടവരുമാണ് എന്നൊരു തോന്നലിൽ നിന്ന് മാറ്റം കൊണ്ടുവരാനും ഞങ്ങൾ ശബ്ദിക്കേണ്ടവരാണ്, പ്രതികരിക്കേണ്ടവരാണ്. നമ്മൾക്കുണ്ടായ പ്രശ്നം അത് സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നതിൽ ഒരു തെറ്റില്ല. അതായത് ഇര എന്ന് പറയുമ്പോൾ എന്തോ സ്ത്രീക്ക് മാത്രമാണ് എല്ലാം നഷ്ടപ്പെട്ടത്, പുരുഷനൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്സിന് വലിയൊരു മാറ്റം സ്ത്രീജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്, ഇനിയും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായില്ലെങ്കിൽ, നേതൃത്വത്തിന് ഒരു പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. അതല്ല, എനിക്ക് തോന്നുന്നു ഒരു ധൈര്യം വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നേരെ ഉണ്ടായ സൈബർ അറ്റാക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ വളരെ സ്റ്റേൺ ആയിട്ട് നിന്നു. എന്നെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മനസാക്ഷിയോട് മാത്രമാണ് ചോദിക്കുന്നത്. അതായത് ഞാൻ ഒരിക്കലും ഒരാളെയും റോങ്ങിലി അക്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതിന് ഞാൻ എതിരാണ്. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് റോങ്ലി അക്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. എൻ്റെ ധാരണയുടെ അടിസ്ഥാനങ്ങളിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെ ആര് വന്ന് കുറ്റപ്പെടുത്തിയാലും, എന്താ പറയുക, മലകൾ തമ്മിൽ മാറിപ്പോയാലും എൻ്റെ തീരുമാനത്തിന് മാറ്റില്ല. കാരണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, എൻ്റെ ഭാഗത്ത് സത്യസന്ധതയുണ്ടെന്ന് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ റിനി, ഇപ്പോഴും അന്ന് തൊട്ട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് റിനിക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴും അതേ രീതിയിലുള്ള ഭീഷണികളും സൈബർ അറ്റാക്കും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ടോ റിനിക്ക്? അതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്?